ഇന്നത്തെ നമ്മുടെ അൺബോക്സിംഗ് ഡിവൈസ് ഇതാണ്. അതായത് ഒരു പ്രൊഫഷണൽ കണ്ടൻസർ മൈക്രോഫോൺ. നമ്മുടെ ഈ സ്റ്റുഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതായത് നമ്മുടെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലൊക്കെ നമുക്ക് കണ്ടിട്ടുള്ള അതേ ഒരു ഡിസൈനോട് കൂടി വരുന്ന ഒരു കണ്ടൻസർ മൈക്രോഫോൺ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ബോക്സ് ആണിത്. അപ്പോൾ ഇതാണ് നമുക്ക് വീഡിയോയിൽ ഇതിന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ലുക്ക് വീഡിയോ, ഇതിന്റെ കുറച്ച് മൈക്ക് സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലിലെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേ സമയം കാണുന്നതിന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് ആദ്യം തന്നെ പ്രൊഡക്റ്റ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഫഷണൽ കണ്ടൻസർ മൈക്രോഫോൺ എന്ന് കൊടുത്തുള്ള ഈ ഒരു ബോക്സ്. ബോക്സിന്മേൽ തന്നെ മൈക്കിൽ ഒരു ചെറിയ പിക്ചർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിന്റെ പിൻവശത്തേക്ക് നോക്കിയാണെങ്കിൽ ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫീച്ചേഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് കാണുന്ന പോലെ തന്നെ നമ്മുടെ മൈക്കിന് മുമ്പിൽ വെക്കുന്ന ആ ഒരു സാധനമാണിത്. പിന്നെ ഒരു ഇലക്ട്രിക് ഷോക്ക് അബ്സോർബർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഷ നമുക്ക് ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഇരുന്നോളൂ. നമ്മുടെ മൈക്ക് ഒരിക്കലും നമുക്ക് അവിടെ ഇവിടെ തട്ടിയിട്ട് നോയ്സ് ഒന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. പിന്നെ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നുള്ള ഒരു വയർ, നമ്മുടെ സാധാ മൈക്കിലേക്ക് കണക്ട് ചെയ്യുന്ന വയറും ഇവിടെ നമുക്ക് നമ്മുടെ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൈക്ക് വരുന്നത്. നല്ലൊരു ഗോൾഡ് ഫിനിഷിങ്ങും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങുമായിട്ടാണ് മൈക്ക് വരുന്നത്. മൈക്കിൽ യാതൊരു ബട്ടണും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ നമുക്ക് കണക്ട് ചെയ്യുന്നതിനുള്ള കണക്ഷനും കാണാൻ സാധിക്കും. ശേഷം നമുക്ക് വിൻഡ് നോയ്സ് ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മൈക്കിലേക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ മൈക്കിൻ്റെ സ്റ്റാൻഡ് വരുന്നത്. സ്റ്റാൻഡ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇത് നമുക്ക് നിവർത്താനും അതുപോലെ തന്നെ ചെറുതാക്കാനൊക്കെ സാധിക്കും. ഇത് കണക്ട് ചെയ്യുന്നതിനുള്ള കുറച്ച് സ്ക്രൂ മൗണ്ടുകളാണ്. ഒന്നത് നമ്മുടെ മൈക്ക് കണക്ട് ചെയ്യുന്നതിനുള്ളൊരു മൗണ്ട്, പിന്നെ നമുക്ക് സ്റ്റാൻഡ് ടേബിളിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു മൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെയാണ് നമുക്ക് ബോക്സിലായിട്ട് ലഭിക്കുന്നത്. ബോക്സിൽ നിന്ന് ഇത്രയും പ്രൊഡക്റ്റുകളാണ് ലഭിച്ചിട്ടുള്ളത്. കുറെ പീസായിട്ടാണ് നമുക്ക് ബോക്സിൽ നമ്മുടെ ഈ ഒരു കണ്ടൻസർ മൈക്രോഫോൺ ലഭിച്ചിട്ടുള്ളത്. അതിന്റെ മെയിൻ പാർട്ട് ഇതാണ്. ഈ ഒരു ഗോൾഡ് കളറിങ്ങോട് കൂടിയിട്ട് വരുന്ന നല്ലൊരു മനോഹരമായ ഡിസൈനോട് കൂടി വരുന്ന ഈ ഒരു മൈക്രോഫോൺ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വയറ് കണക്ട് ചെയ്ത് നമ്മുടെ മിക്സറിലേക്കൊക്കെ ഇൻപുട്ട് നൽകിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പാട്ട് പാടുവാനും അതുപോലെ തന്നെ ഡബ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് ഇതൊന്ന് അസംബിൾ ചെയ്തെടുക്കാം. അസംബിൾ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഇതിന്റെ ഓരോരോ പീസുകളായി നമുക്ക് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ആദ്യം നമുക്ക് ഇതിന്റെ ഷോക്ക് മൗണ്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിന്റെ ഷോക്ക് മൗണ്ട് എന്ന് പറയുന്നത്. ഷോക്ക് മൗണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങൾ എങ്ങനെ തിരിച്ചാലും നമുക്ക് ഈ ഒരു മൈക്ക് ഒരിക്കലും അവിടെയാണ് തട്ടി നോയ്സ് എടുക്കില്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഷോക്ക് മൗണ്ട് ഇതിലേക്ക് ഒന്ന് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷോക്ക് മൗണ്ട് ഫിറ്റ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്തത് ഇതിന്റെ ഒരു വയറാണ്. ഇതിലേക്ക് നമുക്ക് വയർ കണക്ട് ചെയ്തുള്ള ഒരു പോർഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് വയർ കണക്ട് ചെയ്യാം. വയർ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഈ ഒരു 3 ഡോട്ട്സ് ആണ്. കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു ക്ലിക്ക് സൗണ്ടോട് കൂടി നമ്മുടെ വയർ മൈക്രോഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മറ്റൊരു വശം വരുന്നത് ഈ ഒരു 3.5mm ജാക്കാണ്. ഇതിന് ഒരു അപ്പോൾ ഇത് നമുക്ക് ഏതൊരു ഡിവൈസിലേക്ക് മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ടൊന്ന് വോയിസ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു മൈക്രോഫോണിന്റെ വയർ നമുക്ക് മൊബൈൽ ഫോണിലോ എൻ്റെ ലാപ്പിലോ ഒന്നിലും തന്നെ കണക്ട് ആവുന്നില്ല. ഞാൻ എല്ലാത്തിലും കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊബൈൽ ഫോണിന്റെ മൈക്കിൽ നിന്നും അതുപോലെ തന്നെ ലാപ്പിന്റെ മൈക്കിൽ നിന്നൊക്കെയാണ് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഈ ഒരു മൈക്കില് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് ഇനി കണക്ട് ചെയ്യാൻ പറ്റുക ഒന്നെങ്കിൽ നമ്മുടെ മിക്സറിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു DSLR ക്യാമറയിലേക്ക് കണക്ട് ചെയ്താണ് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. അതിനു മുമ്പായിട്ട് നമുക്ക് ബാക്കി ഇതിന്റെ കണക്ഷൻ കൂടി ഫുള്ളാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു മൗണ്ട് കണക്ട് ചെയ്യാം. ഈ മൈക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മൗണ്ട് നമ്മൾ ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ സ്റ്റാൻഡ് കണക്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ സ്റ്റാൻഡ് എടുത്തു. സ്റ്റാൻഡിന്റെ ഇവിടെ ആയിട്ടാണ് നമ്മൾ ഈ പോർഷന് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലെ നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പിലേക്ക് കാണുന്ന പോലെ ആ ഒരു മഫ്ലർ ഇതിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇനി നമുക്ക് അടുത്തായിട്ട് കണക്ട് ചെയ്യാനുള്ളത്. ഇതിന് കറക്റ്റാക്കി വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. സ്ക്രൂ ചെയ്തിട്ടാണ് നമ്മളിത് മൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഏകദേശം മൈക്കിന്റെ കണക്ഷൻ പൂർത്തിയായിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ മൈക്ക് വരിക.
ഇനി നമുക്ക് ഈ സ്റ്റാൻഡ് ഒന്ന് നിലത്തുറപ്പിക്കണം. നിലത്ത് ഉറപ്പിക്കാൻ പറ്റില്ല, നമുക്ക് ഈ സ്റ്റാൻഡ് കണക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ടേബിളിലാണ്. അതിനായിട്ട് നല്ലൊരു ടേബിൾ സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിൾ സ്റ്റാൻഡ് നമ്മളൊന്ന് കണക്ട് ചെയ്താണ്. അപ്പോൾ അതാ ടേബിൾ സ്റ്റാൻഡ് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൈക്കിന്റെ ഈ ഒരു സ്റ്റാൻഡ് അവിടെ കൊടുക്കാം. ഇപ്പൊ നമുക്ക് ആ ഒരു പോർഷൻ കൂടി ടൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കണ്ടൻസർ ഓപ്പോസിറ്റ് മാത്രം വന്നത്. അപ്പൊ നമുക്ക് തിരിച്ച് നമ്മുടെ ലൊക്കേഷനിൽ കറക്റ്റാക്കി വെക്കാം. അപ്പോൾ ഇത്രയും നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് നോയിസ് ക്യാൻസൽ ചെയ്യുന്ന വേണ്ടിയിട്ട് ആ ഒരു ഫിൽറ്റർ കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതാണ് മൈക്കിന്റെ ആ ഒരു ബ്ലാക്ക് ഫിൽറ്റർ വരുന്നത്. ഇത് കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. ഇപ്പൊ നമ്മുടെ മൈക്കിന്റെ കണക്ഷന് പൂർത്തിയായിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ക്യാമറയിലാണ്. ക്യാമറയിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇതിന്റെ ഓഡിയോ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. അവ ഞാനിപ്പോ മൈക്ക് നമ്മുടെ ക്യാമറയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ നോർമൽ മൈക്കിൽ തന്നെയാണ്. ഇനി നമുക്ക് ഈ മൈക്കിലേക്ക് ഇതിന്റെ ഓഡിയോ ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളം എന്ന് നോക്കാം. ഇപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് സാധാരണ നമ്മളൊരു പാട്ട് പാടുന്ന രീതിയിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മൈക്കിൽ നിന്നുള്ള ഓഡിയോ ക്വാളിറ്റിയാണ്. എത്രത്തോളം ഓഡിയോ ക്വാളിറ്റി ഉണ്ട്, നോയ്സ് എടുക്കുന്നുണ്ട് എന്നൊക്കെ ഈ വോയിസുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ കറക്റ്റ് നേരെ വയറ് നമ്മുടെ ക്യാമറയിലേക്ക് കണക്ട് ചെയ്തിട്ടാണുള്ളത്. ഇതിൻ്റെ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. കണക്ട് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് പാട്ട് പാടുവാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡബ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാനൊക്കെ സാധിക്കും. ഒരു സ്റ്റുഡിയോ മൈക്ക് എന്ന രീതിയിൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നല്ല ശബ്ദമൊക്കെ സംസാരിക്കുമ്പോൾ ഇതിൽ എത്രത്തോളം എക്കോ എടുക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷന് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് ഈ ഔട്ട്പുട്ടിലൂടെ ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഓഡിയോ ഔട്ട്പുട്ട് വരുന്നത്. ഈ ഒരു ഷെയ്ക്ക് പ്രൂഫ് സാധനത്തിലൊക്കെ നമ്മൾ ടച്ച് ചെയ്താൽ ഇതിന് ടച്ച് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം. നല്ല രീതിയിൽ ഷെയ്ക്ക് ആവുന്നതൊക്കെ തടഞ്ഞുകൊണ്ട് നല്ല ഓഡിയോ ഔട്ട്പുട്ട് ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു രൂപവും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ഒക്കെ വരുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ പാട്ട് പാടുവാനൊക്കെ കഴിയുകയാണെന്നെങ്കിൽ പാട്ട് പാടാനൊക്കെ സാധിക്കും. എനിക്ക് നല്ല രീതിയിൽ പാട്ട് പാടാൻ അറിയാം, പക്ഷേ എൻ്റെ സൗണ്ട് അത്ര പോരാ എന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ വെറുപ്പിക്കുന്നില്ല. ഞാനിപ്പോൾ പാട്ട് പാടാനൊന്നും പോകുന്നില്ല. ഏതായാലും ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഒരു മൈക്ക് ഉപയോഗിച്ച് നമുക്ക് പാട്ട് പാടാനും സ്റ്റുഡിയോ സെറ്റപ്പ് ആക്കാനൊക്കെ പറ്റുമെന്ന് നിങ്ങൾക്ക് ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഏതായാലും ഇത്രയും തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കാണുവാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കൂടാതെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഖത്തറിൽ ഓഫ്ലൈൻ ആയിട്ട് ലഭിക്കുന്ന സ്റ്റോറുകളുടെ ഡീറ്റെയിൽസ് ഇതിന്റെ പ്രൈസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എല്ലാവരും. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.